ക്രിസ്തുവിൽ പ്രിയരെ, 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 20-21 വചനങ്ങൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അത് പറയുന്നത് പ്രവചനത്തെക്കുറിച്ചാണ്. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക. ആമേൻ. ദൈവസഭയുടെ 5 തരം ശുശ്രൂഷയിൽ ഒരു ശുശ്രൂഷ പ്രവചന ശുശ്രൂഷയാണ്. ആമേൻ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രവാചകന്മാരെയും പ്രവചന ശുശ്രൂഷയൊക്കെ വളരെ പ്രാധാന്യത്തോടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ദൈവേൽപ്പിക്കുന്ന ഒരു അനുഗ്രഹീതമായ ശുശ്രൂഷയാണ് പ്രവചന ശുശ്രൂഷ. അതുകൊണ്ട് പ്രവചനം കേൾക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു: നിങ്ങൾ കേട്ട പ്രവചന ശബ്ദത്തെ ഒരു കാരണവശാൽ അവഗണിക്കരുത്, നിസ്സാരമായി കാണരുത്. പ്രവചനത്തെ നാം അംഗീകരിക്കുക. പ്രവചനത്തെ അത് തികഞ്ഞ ദൈവശബ്ദമായിട്ട് തന്നെ നാം കാണുക. പക്ഷേ അതിൻ്റെ അടുത്ത വചനം 21-ാം വചനം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ കേൾക്കുന്ന പ്രവചന ശബ്ദത്തെ ഞാൻ ശോധന ചെയ്യണം. ആമേൻ. ഞാൻ അതിനെ പരിശോധിക്കണം. ആമേൻ. കാരണം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നല്ലത് മുറുകെ പിടിക്കണം. അപ്പോൾ ഒരുപക്ഷെ നല്ലതല്ലാത്തത്, എനിക്കുള്ളതല്ലാത്തത് ഒരുപക്ഷെ വരുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ പ്രവാചകന് തെറ്റുപറ്റുവാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ പ്രവചനം മുഴുവൻ തെറ്റെന്നല്ല, പ്രവാചകന്മാരെല്ലാം കള്ളന്മാരെന്നല്ല. അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. ആമേൻ. പക്ഷെ എൻ്റെ ഉത്തരവാദിത്തം എന്താണ്? ഞാൻ കേട്ട പ്രവചന ശബ്ദത്തെ ഞാൻ പരിശോധിക്കുക. എങ്ങനെ പരിശോധിക്കാൻ പറ്റും? അതിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഞാൻ പ്രവചനത്തെ പരിശോധിക്കുക. ഞാൻ കേട്ട പ്രവചന ശബ്ദം ദൈവവചനവുമായിട്ട് ഒരേ കണക്കിൽ പോകുന്നതാണ്. എന്ന് വെച്ചാൽ ദൈവവചനത്തിന് വിരുദ്ധമായതാണോ ഞാൻ കേട്ട പ്രവചന ശബ്ദം എങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് അവഗണിച്ച് കളയുക. ആമേൻ. ഇതിന് ഞാൻ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവചനത്തെ പരിശോധിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ദൈവവചനമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ യേശുവുമായിട്ട് എനിക്ക് പേഴ്സണൽ റിലേഷൻ ഉണ്ടായിരിക്കണം. അതില്ലാതെ ആമേൻ ഞാൻ ഏത് പ്രവചന ശബ്ദത്തെയും കേട്ട ഉടനെ എടുത്ത് സ്വീകരിക്കുന്നതും കേട്ടതുപോലെ അതിനെ അതുപോലെ കണ്ണടച്ച് അവിശ്വസിക്കുന്ന രണ്ടും ഒരുപോലെ ദോഷമായി തീരും. ആമേൻ. ഹല്ലേലൂയ. നാം ചെയ്യേണ്ടത് ഞാൻ ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യണം. ദൈവവചനമായിട്ട് ശോധന ചെയ്യണം, പരിശോധിക്കണം. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്: ആമേൻ, പ്രവചനം കേട്ട് തകർന്നുപോയി, പ്രവചനം കേട്ട് നശിച്ചുപോയി, പ്രവചനം കേട്ട് ആമേൻ പിന്മാറിപ്പോയി. ഒരിക്കലും ഇല്ല പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഉണ്ടാകുന്ന പ്രവചന ശബ്ദം കേട്ടിട്ട് ഒരു വ്യക്തിക്കും പിന്മാറിപ്പോകാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഉണ്ടാകുന്ന പ്രവചന ശബ്ദം കേട്ടിട്ട് ആരും തളർന്നു പോകില്ല. കാരണം അത് ബലപ്പെടുത്തുന്നതാണ്, പണിയുന്നതാണ്. ഒരുപക്ഷെ ചില തിരുത്തലുകളൊക്കെ സംഭവിക്കും. പക്ഷെ തകരുവാൻ പ്രവചന ശബ്ദത്തിൽ കൂടെ കർത്താവ് അനുവദിക്കുകയില്ല. സംഭവിക്കുന്നത് നാം ദൈവത്തിൻ്റെ വചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ നടന്നിട്ട് കേൾക്കുന്ന പ്രവചന ശബ്ദങ്ങളെയൊക്കെ ഏറ്റെടുക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് ചിലപ്പോൾ പ്രതികൂലങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് കാരണമായി വന്നേക്കാം. കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, വളരെ ജാഗ്രതയോടെ ആമേൻ, വളരെ സ്നേഹത്തോടെ ആത്മാവ് നൽകുന്ന ഒരു ദൂത് കൈമാറാം. ആമേൻ. നാം കേൾക്കുന്ന പ്രവചന ശബ്ദം അതുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുക, അതുമായിട്ട് ദൈവവചനവുമായിട്ടിരിക്കുക. എന്നതിന് ശേഷം ദൈവസന്നിധിയിൽ വെച്ച് ഇതിനെ ശോധന ചെയ്യുക. ഒരു വ്യക്തി ഇന്ന വ്യക്തി പറഞ്ഞത് കൊണ്ട് പ്രവചനമല്ല സത്യമെന്നും ആകണമെന്നില്ല. ഇന്ന വ്യക്തി പറഞ്ഞത് കൊണ്ട് പ്രവചനമല്ല തെറ്റാകണമെന്നില്ല. ഹല്ലേലൂയ. മറന്നു പോകരുത്. വ്യക്തികളെ വച്ചിട്ട്, വ്യക്തിയുടെ മുഖം നോക്കിയിട്ട് പ്രവചനത്തെ കമ്പയർ ചെയ്യരുത്. വ്യക്തികളെ നോക്കിയിട്ട് പ്രവചനത്തെ കമ്പയർ ചെയ്യരുത്. അവിടെയൊക്കെ നമുക്ക് അബദ്ധം പറ്റിപ്പോകും പ്രിയമുള്ളവരെ. അവിടെയൊക്കെ നമുക്ക് ഏറ്റവും വലിയ അബദ്ധങ്ങൾ ചെന്ന് ചാടുവാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ കൂടെ ആ വചനം പറഞ്ഞ് നിർത്തട്ടെ: പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ.